Okay guys, friends, welcome to Trading Malayalam channel. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ NSE ഇന്ത്യയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ശ്രമിക്കാം. ഇതിപ്പോ ഇന്നത്തെ അതായത് 14 സെപ്റ്റംബർ 14-ന് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഇന്നിപ്പോ കറന്റ്ലി ഞാൻ മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് ഈസ് ഓപ്പൺ ആണ് സെപ്റ്റംബർ 14, 2018. ഇന്നത്തെ ഈ NSE മാർക്കറ്റ് എങ്ങനെ ഉണ്ട് എന്നതിന്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ കാണിക്കുന്നത്. 11,491.40 പൈസ അത് അപ്പാണ്. അത് എത്ര ശതമാനം മുകളിലേക്കാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. 1.7 രൂപ 1.07 രൂപ അപ്പാണ് ഇന്ന് മാർക്കറ്റ്. അപ്പം ഏറെക്കുറെ എല്ലാ സ്റ്റോക്സും ഇന്ന് പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത. സ്റ്റോക്കുകൾ നിഫ്റ്റി 50-യിലുള്ള 41 സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതിനു മുമ്പത്തെ നിങ്ങളുടെ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും പ്രകാരം നിങ്ങളുടെ സ്റ്റോക്കിൽ ബൈ ആണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ സ്റ്റോക്കുകൾ, അതായത് നമ്മൾ ഏകദേശം ഒരു 4-5 സ്റ്റോക്ക് ഒരു ദിവസത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലൊരു 2, 3, 4 ചിലപ്പോൾ മാക്സിമം 5 സ്റ്റോക്ക് തന്നെയും ഇന്ന് പോസിറ്റീവായിട്ട് ചെന്നെത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് 41 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് 41 സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 8 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ നമുക്കിവിടെ ലൈവ് മാർക്കറ്റ് എന്ന ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ NSE ഇന്ത്യ എന്ന വെബ്സൈറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിലിംഗ് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് ലൈവ് മാർക്കറ്റിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇന്ന് സംഭവിച്ചത്, എന്താണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പിക്ചർ തരാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഇക്വിറ്റി സ്റ്റോക്കിന്റെ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈവ് മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ ഇക്വിറ്റി സ്റ്റോക്ക് എന്ന ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ലിങ്ക് എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ സ്റ്റോക്സിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സ്റ്റോക്സും വളരെ പോസിറ്റീവായിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ഗ്രാഫ് കാണാൻ സാധിക്കും. ഒരു ചെറിയ ഗ്രാഫ് കാണാൻ സാധിക്കും. അപ്പൊ ട്രേഡിങ്ങിന്റെ പ്രത്യേകത അനുസരിച്ച് ഇപ്പൊ ഇവിടെ എല്ലാ സ്റ്റോക്കും തന്നെ ഏകദേശം 45 ഡിഗ്രി ആംഗിൾസിൽ അപ്പ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം ഈ ഒരു ഗ്രാഫിൽ എല്ലാ സ്റ്റോക്കും നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ ടുഡേ എന്ന ഈ ലിങ്കിന് താഴെയുള്ള ഇന്നത്തെ സ്റ്റോക്സിന്റെ ഗ്രാഫാണ് മെയിൻ ആയിട്ട് ആദ്യം നമ്മൾ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഗ്രാഫ് നോക്കുമ്പം ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് ഒരു കൺസിസ്റ്റന്റ് 45 ഡിഗ്രി ആംഗിളാണ് സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടാനുള്ള സാധ്യത ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓരോ സ്റ്റോക്കിന്റെയും ഓപ്പൺ പ്രൈസ് എത്ര ആയിരുന്നു? 340 രൂപ 15 പൈസയാണ് BPCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് 340 രൂപ 15 പൈസയിലാണ്. അത് 353 രൂപ വരെ പോയിട്ടുണ്ട്. 353 രൂപ പോയിട്ട് 35 പൈസ വരെ ഇന്ന് പോയിട്ടുണ്ട്. അതായത് ഏകദേശം 13 രൂപയ്ക്ക് അടുത്ത് പ്രൈസ് അപ്പ് മൂവ്മെന്റ് കാണിച്ചു. അപ്പൊ നിങ്ങൾ ഇന്ന് BPCL പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ, ഇന്ന് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ BPCL നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് 13 രൂപയുടെ പോസിറ്റീവ് റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ടോപ്പ് 10 ഗെയിനേഴ്സ് എന്ന ഒരു ലിങ്ക് ഇവിടെ ഉണ്ട്. ലൈവ് മാർക്കറ്റിൽ ടോപ്പ് 10 ഗെയിനേഴ്സ് എന്ന ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഏതൊക്കെ സ്റ്റോക്കുകളാണ് മാക്സിമം, അതായത് മാർക്കറ്റ് മൂവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് മാക്സിമം റിട്ടേൺസ് നമുക്ക് തന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസിന്റെ സ്റ്റോക്കാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. 6.67 ചേഞ്ചസ് ആണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് BPCL ഉണ്ട്, UPL, വേദാന്ത, ഹിൻപെട്രോ, ഗ്രാസിം ഷൂട്ടിംഗ്സ്, IOC, പവർ ഗ്രിഡ്, ഏഷ്യൻ പെയിന്റ് ആൻഡ് ഹിൻഡാൽകോ. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് പ്രധാനമായിട്ട് നിഫ്റ്റി 50-യിലെ ആദ്യത്തെ ടോപ്പ് 10 സ്റ്റോക്കാണ് ഇതെല്ലാം. ഇത് ഇത്രയും ഈ ഒരു 10 സ്റ്റോക്കാണ് ശരിക്കും മാർക്കറ്റ് മൂവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് ഇന്ന് മാർക്കറ്റ് വളരെ അപ്പായിരുന്നു, വളരെ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് പല സ്റ്റോക്കുകൾക്കും എബവ് 10 പോയിന്റ്സ് ആണ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ അതിൽ ട്രേഡ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്കും 10 to 13, 15 പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് പോകുന്നതും ഒരു സ്റ്റോക്ക് ബ്രോക്കർ വഴി എങ്ങനെയാണ് ഷെയർസും സ്റ്റോക്സും വാങ്ങിക്കുന്നതും അത് എൻട്രി എക്സിറ്റ് ഒക്കെ സേഫ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ക്വിക്ക് ആയിട്ട് ഇന്നത്തെ
സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയായിരുന്നു, ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇന്ന് വളരെ അപ്പായിരുന്നു, ഇന്ന് വളരെ പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഇനി ഒരു ദിവസം ഒരു നെഗറ്റീവ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റിന്റെ ഡീറ്റെയിലിംഗുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതിനുശേഷം ലൈവായിട്ടുള്ള വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.